എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ ഇവിടെ വന്ന എന്തിനല്ലേ, ഇന്നലെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് എന്താ പറയുക, ഈ കിടക്കുന്ന ഒരൊറ്റ മുതലിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമ്മുടെ KSR ബംഗളൂരു ടു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആണ്, അതായത് നമ്മുടെ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഉദയ് എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത്. WP7 ഈ റോഡിൻ്റെയാണ്. 39,222 അതാണ് നമ്മുടെ ലോക്കോടെ നമ്പർ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് വരുന്നത്. ഉദയ് എക്സ്പ്രസ് KSR ബംഗളൂരു ടു കോയമ്പത്തൂർ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നമ്പർ വരുന്നത് 22,665 കേട്ടോ. ഈ വണ്ടിക്ക് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഈ വണ്ടിയാണ് KSR ബംഗളൂരു ടു MGR ചെന്നൈ സെൻട്രൽ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ടും പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ചെന്നൈയിൽ പുറപ്പെട്ട് ഇവിടെ ഉച്ചയ്ക്ക് എത്തിയിട്ടുള്ള ആ ചെന്നൈ ഡബിൾ ഡെക്കറാണ് ഇപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച്, C1 കോച്ച്. അത് ഏറ്റവും ഫ്രണ്ടിലുള്ള ഫസ്റ്റത്തെ കോച്ചാട്ടോ നമ്മുടെ കോച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കോച്ചിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഓക്കേ, കയറി വന്നു കഴിയുമ്പോഴുള്ള ഈ സീറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രമുള്ള ചെറിയൊരു പണി പറ്റിപ്പോയത്. അത് നമ്മുടെ കറക്റ്റ് സാധാരണ ട്രെയിനിലുള്ള പോലത്തെ ആ ഒരു സെൻട്രൽ റോഡിലാണ് നമ്മുടെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് മുകളിലോട്ട് കയറി പോവാം. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിലത്തെ കാഴ്ച. ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. വേറെ ഒരു അടിപൊളി ലെവൽ കേട്ടോ, വേറെ കിട്ടുന്ന ഫീലാണ് എൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ. പക്ഷെ എനിക്ക് താഴത്തെ ബുക്ക് കിട്ടിയത് അത് വലിയൊരു ഇതൊക്കെ. ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്ത കാരണം എനിക്ക് മുകളിൽ കിട്ടിയില്ല. അടിപൊളി ഒരു സെറ്റ് ഫീൽ കേട്ടോ. താഴത്ത് ആ ട്രെയിനിൻ്റെ ഒക്കെ കണ്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ട്രേ ടേബിൾ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, പിന്നെ ഒരു പൗച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് റെസ്റ്റ് കൊടുത്തില്ല കേട്ടോ. ഇവിടെ ഫുഡ് റെസ്റ്റ് ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ താഴത്തെ റോയിലോട്ട് ഇറങ്ങി പോവാട്ടോ. ഇതാണ് ഇതിൻ്റെ താഴത്തെ റോ വരുന്നത്. എനിക്ക് തല മുട്ടൂല, കുറച്ച് നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ തല മുട്ടും ഇവിടെ. അയ്യോ, ഇതാണ് താഴത്തെ റോയിലിരിക്കുമ്പോഴുള്ള ഫീല്. ഒരു കുഴിയിലിരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് അത് ഉണ്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ ഇത് കണ്ടോ, ഈ ലെവലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ ഈ ലെവലിൽ. താഴത്തും നമ്മൾ മേലെ കണ്ട പോലെ തന്നെ സെയിം കാര്യങ്ങളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെയും ഫോട്ടോസ്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റീഡിങ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിനകത്തൊന്നും, കാരണം നല്ല പഴയ കോച്ചല്ലേ. മേലെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി ആയേനെ, പക്ഷെ മേലെ കിട്ടിയില്ല, കഷ്ടമായിപ്പോയി. നമുക്ക് നോക്കാം, വല്ല വേക്കൻസി സീറ്റ് വല്ല ഉണ്ടെങ്കിൽ മേലെ പോയിരിക്കാം. താഴത്ത് ഭയങ്കര പാടാട്ടോ ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്നൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു കേട്ടോ. 120 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് ആയത്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ. ഇതാണ് നമ്മുടെ ബിരിയാണി. കഴിച്ചു നോക്കിയിട്ട് പറയട്ടോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു ജ്യൂസും മേടിച്ചു. രാവിലെ ഒന്നും കിട്ടിയില്ല കഴിച്ചു. രാവിലെ ആകെ ഒരു സമൂസ ഒരു കോഫിയാണ്. മറ്റേ വണ്ടികളൊന്നും കിട്ടിയില്ല, സ്പെഷ്യൽ വണ്ടി അല്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തി ആകെ പെട്ടുപോയി. ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു, പക്ഷേ ആ ബ്ലോക്കിലൊക്കെ പെട്ട് ആകെ ഇതായിപ്പോയി. അവിടെ കോച്ച് നല്ല പഴയ കോച്ചാട്ടോ. 2013 മാനുഫാക്ചറുള്ള കോച്ചാണ്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് D1 തൊട്ട് D5 വരെ നമ്മുടെ സാധാ ചെയർ ഇതാട്ടോ, സെക്കൻഡ് സിറ്റിംഗ് ചെയർ കാറാണ് എൻ്റെ കോച്ച് വരുന്നത്. നമ്മുടെ ജനശതാബ്ദി ടൈപ്പ് ഓഫ് സീറ്റുള്ള കോച്ചാണ് കേട്ടോ നമ്മുടെ മെമു സീറ്റ്. പക്ഷെ ഇത് എന്താ പറയുക 2019 മാനുഫാക്ചർ ചെയ്ത കോച്ചാണ്. പക്ഷെ എന്നിട്ട് ഇതിന്
ഈ ടൈപ്പ് ഓഫ് സീറ്റാട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് എന്താ പറയുക, ജനറൽ കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഫുൾ റിസർവേഷനാണ്. ഈ കാണുന്ന ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഈ SLR കമ്പാർട്ട്മെൻറ്റൊക്കെ ഇതും റിസർവേഷൻ കാറ്റഗറി പെട്ടതാണ്. DL1 എന്നാണ് ഇതിൻ്റെ കോച്ച് വരുന്നത്. ഇതിലപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല, ഫുൾ റിസർവേഷനായിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഉദയ എക്സ്പ്രസ്. ഷാർപ്പ് ടൈമിന് നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ബൈ ബൈ KSR ബംഗളൂരു. വീണ്ടും വരാം. നമ്മളെ ഏറ്റവും ഫ്രണ്ടിലാട്ടോ, എക്സിൻ്റെ തൊട്ടടുത്ത്. ഞാനിവിടെ മേലെ വന്നിരുന്നേ. വലിയ ആൾക്കാരൊന്നും ഇല്ല ഇപ്പം. ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ അധികം ആൾക്കാരൊന്നും കയറിയിട്ടില്ല. പക്ഷേ KGM എത്തുമ്പോൾ വണ്ടി ഫുള്ളാവും. അപ്പം കുറച്ച് നേരം ഇവിടെ വന്നിരിക്കാമെന്ന് വെച്ചു മുകളിൽ. ആ ട്രാക്കിൻ്റെ ഇത് മനസ്സിലാവാൻ അപ്പുറത്തോട് വന്നിരുന്നോട്ടെ ഞാൻ. ഉണ്ടോ ഹൈറ്റ് നോക്കിയേ. ഗ്ലാസ് ഒട്ടും ക്ലിയർ അല്ല, കാരണം ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല വണ്ടി. പിന്നെ ഈ സംഭവം നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് തലയാട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 വട്ടൻ്റെ തല തട്ടി പോകുന്ന സമയത്ത്. പിന്നെ ഇവിടെ ബ്ലൈൻഡ്സും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇതാക്കി വെക്കാറുണ്ട്. നേരത്തെ ഫുഡിനെ പറ്റി പറഞ്ഞല്ലോ, ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചോറ് കുറച്ചൊരു കട്ടിയുള്ള അല്ലാണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റും. അത്യാവശ്യം ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രശ്നമല്ല. എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റേറ്റിൽ കിട്ടുന്ന ആ ഒരു ഫുഡ് ഉണ്ടല്ലോ, അത്ര ആ ഒരു വെച്ച് നോക്കുമ്പോൾ കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡാണ്. മോശമൊന്നും പറയാനില്ല, ഓക്കെയാണ്. നമ്മളിപ്പോൾ അതേ ബംഗളൂരു കണ്ടോൺമെൻറ്റ് എത്തിയിട്ടോ. നമുക്കിവിടെ സ്റ്റോപ്പൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് പിടിച്ചിട്ടു. അപ്പോൾ അതേ അവിടെ അങ്ങ് ദൂരെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ കിടക്കുന്നുണ്ടോ. നമ്മുടെ ഗോൾഡൻ ചാരിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഈ ബാംഗ്ലൂരു കണ്ടോൺമെൻറ്റിൽ ഇപ്പോൾ കിടക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അത്. കൃഷ്ണരാജപുരം എത്തി കേട്ടോ. അതെ, നമ്മുടെ കൃഷ്ണരാജപുരത്ത് നിന്ന് അവിടെ വണ്ടി എടുത്തു കേട്ടോ. അവിടേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നിറച്ച ആൾക്കാരായിരുന്നു. നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടുന്ന് ഫുള്ളായി. ആ ഡോറിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു, ആൾക്കാർ വന്നിട്ടേ. ഇവിടെ വണ്ടിയുടെ വാഷ്റൂമും കാര്യമൊക്കെ അങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ ഓക്കെയാണ്, നീറ്റാണ്. അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. ഇതിൻ്റെ ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂമാണ്. നിലത്ത് കുറച്ച് വെള്ളമാണല്ലോ, ക്ലീനാണ്. പക്ഷേ അവിടെ എന്തോ ഒരു ഇത് പൈപ്പിൽ നിന്ന് ലീക്ക് ഉണ്ട് കേട്ടോ നന്നായിട്ട്. കാരണം നിറച്ച് വെള്ളം കെട്ടി കിടക്കുക നിലത്ത് മൊത്തം. കണ്ടോ, ഡോർ തുറക്കുമ്പോൾ കൂടെ ഒഴുകി വരും അത്.
ഇപ്പുറത്തും ഇന്ത്യൻ തന്നെയാണ്. ഈ രണ്ട് സൈഡിൽ ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂമാണ്. നീറ്റായിട്ടുള്ള കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് മാത്രം എന്താ പറയുക, അവിടെ എന്തോ ഒരു ലീക്ക് ഉണ്ടോ എന്ന് വെള്ളത്തിന്. നമ്മളെ വണ്ടി ഫുള്ളായിട്ടോ, എല്ലാ സീറ്റിലും ആൾക്കാരായി. കുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ ആണ്. എന്താ പറയുക, വഴിക്ക് പിടിച്ചിട്ടായിരുന്നു വണ്ടി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. 4:06 സമയം. ഇവിടെ 3:42 ഒക്കെ ആകുമ്പോൾ എത്തേണ്ട വണ്ടിയാണ്. ഏതാണ്ട് 23 മിനിറ്റ് ഡിലേ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. വണ്ടി നല്ല സ്പീഡല്ലേ, പോകുന്ന തന്നെ സ്പീഡ് തന്നെയാണ് പോകുന്നത്. എന്താ പറയുക, നമ്മൾ 110 അതിൻ്റെ ഘടിപ്പിച്ച സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പിടിച്ചാണ് വരുന്നത്. എന്താണ് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം. കുറേ ആയി കിടന്നാൽ ഭയങ്കരമായിട്ട് ഉരുട്ടുക വണ്ടി. എന്താർക്കറിയാം, ഭയങ്കര പയ്യ പോകുന്നത്. ഈ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ദൂരാണ് മലയും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ജോളാർപേട്ട് ഭാഗം ബൈപ്പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങ് ദൂരെ ആ ഭാഗത്തായിട്ടാണ് മലനിരകൾ കാണുന്നത്. ടാറ്റാനഗർ ഷെഡിൻ്റെ ഒരു WP7 ആയിട്ട് ഇപ്പോൾ പോയത് നമ്മുടെ സ്വന്തം എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ അതിന് പോകാനാണ് നമ്മളവിടെ പിടിച്ചിട്ടത്. ഇതിലെല്ലാം ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ വന്ദേ ഭാരതിൻ്റെ ഓവർടേക്കിങ് കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്തു. പിന്നെ എറണാകുളം ടാറ്റാനഗർ ക്രോസ് ചെയ്ത് പോയി. ആ വന്ദേ ഭാരത് ഞാൻ ഏതാ നോക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയില്ല. എവരിസ്മേ ട്രെയിനിൽ സേലമാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ സേലം അടിച്ചു കൊടുത്ത സമയത്ത് അത് എന്താ പറയുക, മറ്റേ മധുര വന്ദേ ഭാരത് ആണെന്നാണ് കാണിച്ചത്. പക്ഷെ ആ വണ്ടി ഇവിടെ പാസ് ചെയ്തുകൊണ്ട് കുറച്ച് നേരമായി എന്നാണ് കാണിച്ചത്.
തിരുപ്പട്ടൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് ആ ഭാഗത്തൊക്കെ. ഇവിടേക്കൊന്നുമില്ല ആരും. ഇവിടെ കോച്ചിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. ചെന്നൈയുടെ കോച്ചാട്ടോ. ചെന്നൈയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല വണ്ടിയുടെ കോലം കണ്ടത് നിങ്ങൾ. ഇതൊക്കെ ആദ്യം പരസ്യം ഒട്ടിച്ചിട്ട് ആ പരസ്യം വലിച്ചു കളഞ്ഞിട്ട് പിന്നെ അവിടെ വേറെ പെയിൻറ്റ് വെച്ച് അടിച്ചു വെച്ചതാണ്. ഭയങ്കര ഇതായി കിടക്കുന്നുണ്ടല്ലേ. ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല വണ്ടി കണ്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് സേലമാണ്. തിരുപ്പട്ടൂർ. ആകെ മൂടി കെട്ടി നിൽക്കുക കേട്ടോ. ഒരു ഭംഗിയില്ലാത്ത ഇതാണ്. കാരണം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു വിഷ്വൽ ക്ലാരിറ്റി, അല്ലെങ്കിൽ മഴ പെയ്യണം. ഇത് അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒട്ടൊരു രസമില്ലാത്തൊരവസ്ഥയാണ്. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് ഒരു 22 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി ഇപ്പം. വണ്ടി വന്നൊരു 2 മിനിറ്റ് ആയപ്പോഴത്തേന് നമുക്ക് സിഗ്നൽ കിട്ടി കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങി. അധികം ആൾക്കാരൊന്നും കയറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഏത് വണ്ടിക്ക് പോകാൻ ഇറക്കില്ല. ഇവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആൾക്കാരെ നോക്കി ഫുള്ള് മലയാളികളാട്ടോ നിൽക്കുന്ന ഏറെക്കുറെ ആൾക്കാരും.
ഇരിക്കുന്ന ആൾക്കാരാണ്. ഇത്ര ആൾക്കാരുണ്ടോ, ഈ ഉത്സവത്തിലുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോൾ വരാനുള്ള ചാറ്റനഗർ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കാണിച്ചത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് അത് എന്താണുള്ളത്. നമ്മൾ ഈ റോഡ് എത്തിയിട്ടോ. ഈ റോഡ് കുറേ ആൾക്കാർ ഇറങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് എത്തി. ഇപ്പോൾ അതേ വണ്ടി വന്നു, ജസ്റ്റ് നിന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ എടുത്തു കേട്ടോ വണ്ടി. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂർ കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ നോർത്ത്. ആകെ ഈ 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനായി വരുന്നു. ഞാൻ വീണ്ടും മുകളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ ആയപ്പം മുകളിൽ കുറച്ചൊക്കെ സീറ്റ് കാലിയായി. പക്ഷെ പുറത്ത് കാഴ്ചകളൊന്നും കാണിക്കാൻ ഫുള്ളി ഇരുട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡബിൾ ഡെക്കർ എക്സ്പ്രസിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയില്ല. ഉക്രി ഡബിൾ ഡെക്കർ AC യാത്ര എന്നാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. പിന്നെ നമുക്ക് ഒരാൾക്ക് KSR ബംഗളൂരു ടു കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ യാത്ര ചെയ്യാനായിട്ട് AC ചേർക്കാറുണ്ട് 625 രൂപയുണ്ട്. അല്ലെങ്കിൽ നോൺ AC ചേർക്കാറാണെങ്കിൽ 180 രൂപയാണ് കേട്ടോ ഉള്ളത്. 6 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ വണ്ടി എന്താ പറയുക 432 കിലോമീറ്റർ കവർ ചെയ്യുന്നത്. നമ്മൾ തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരുപ്പൂർ എത്തി കേട്ടോ. നമ്മൾ ഈ ഇരിക്കുന്നത് എല്ലാ ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു ഹൈറ്റിലാട്ടോ നമ്മൾ ഇരിക്കുന്നത്. അടിപൊളി. താഴത്തൂടെ ആൾക്കാർ നടന്നു പോകുന്നൊക്കെ. അങ്ങനെ തിരുപ്പൂർ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ഞാനപ്പോൾ താഴെ വന്നിരുന്നേ. താഴെ വന്നിരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു ലെവലിൽ താഴത്തുള്ള വിൻഡോ ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. ഭയങ്കര പൊടിയും അഴുക്കൊക്കെ പിടിച്ച് ആകെ ഒട്ടും ക്ലിയർ അല്ല, വിസിബിളല്ല പുറത്തെ കാഴ്ചയൊന്നും. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോപ്പായിട്ടുള്ള കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളവിടെ ഔട്ടറിൽ കൊണ്ട് ഒതുക്കി കിട്ടാം.
ജയന്തി ചേട്ടൻ്റെ കേട്ടോ പോകുന്നത് കന്യാകുമാരി പൂനെ. റോയപുരത്തിൻ്റെ ഒരു വാപ്പ് 7 ലോക്ക് വരുന്ന കാര്യം. നല്ല തിരക്കാട്ടോ സ്ലീപ്പറിലൊക്കെ. എടുത്തു കേട്ടോ. 9 മണിയായപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി ഒന്ന് കയറുന്നത്. KSR ബംഗളൂരു കോയമ്പത്തൂർ ജംഗ്ഷൻ ഉദയ എക്സ്പ്രസിൻ്റെ യാത്ര അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതേതായാലും സാധിച്ചു. ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം കേട്ടോ. നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ എന്തായാലും നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടി വന്നു. കിട്ടിയപ്പം ആ താഴത്തായിപ്പോയി സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം യാത്ര ചെയ്യാൻ പറ്റി. പിന്നെ ഈ വണ്ടി പാലക്കാട്ടേക്ക് നീട്ടുന്നൊക്കെയുള്ള പറഞ്ഞു കേട്ടു. ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇനി അത് എപ്പോഴാണ് നീട്ടാമെന്നൊന്നും അറിയില്ല. നീട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എന്തായാലും നമ്മുടെ യാത്ര കോയമ്പത്തൂർ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. ഇനി നമുക്കും താഴത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇതായിരുന്നു എനിക്ക് കിട്ടിയ സീറ്റ്. ഇവിടെയായിരുന്നു കിട്ടിയത്. അത് നമ്മുടെ നോർമൽ ആ ഒരു പൊസിഷനിൽ വരുന്ന രീതിയിൽ താഴത്തേക്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മാഗസിൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ മാഗസിൻ വെച്ചിട്ടുണ്ട്. എല്ലാ സീറ്റിലും ഒട്ടുമിക്ക സീറ്റിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പുറത്തേക്ക് ഇറാം. ഇവരാണ് നമ്മളെ ബാംഗ്ലൂരിൽ ഇവിടെ വരെ എത്തിച്ച നമ്മുടെ ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ WAP7. അപ്പോൾ അതേപ്പോൾ അവർ ലോക്കോ ഒക്കെ ഊരി മാറ്റി കൊണ്ടുപോകാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ ഉദയ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മറ്റും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.